ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ചാനലിലേക്ക് സ്വാഗതം. ജമ്മ എന്ന് പറഞ്ഞ പടത്തിന്റെ ഓഡിയോ റൈറ്റ്സ് ഡിവോ മ്യൂസിക്കാണ് എടുത്തിട്ടുള്ളതെന്ന് അറിയിച്ചു. പിന്നെ ആ പടത്തിലത്തെ നീർക്കും എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ താൻ ആരെന്ന് പറഞ്ഞിട്ടുള്ള പടം ഓഗസ്റ്റ് 9 തീയതിയാണ് റിലീസാവുക അറിയിച്ചു. അതിന്റെ ട്രെയിലറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നന്നാവാം, ചിലപ്പോൾ നന്നാവാതിരിക്കാം. അങ്ങനത്തെ രീതിയിലാണ് പടത്തിന്റെ ട്രെയിലർ കണ്ടിട്ട് തോന്നിയത്. എന്തായാലും അതിലത്തെ ഒരു പാട്ട് റിലീസായിട്ടുണ്ട്. പിന്നെ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രാക്ക് ലിസ്റ്റ് മൊത്തം പുറത്ത് വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ ട്രെയിലറും വന്നിട്ടുണ്ട്. ഒരു ഗംഭീര ട്രെയിലറായിട്ട് തന്നെയാണ് തോന്നിയത്. ലാസ്റ്റ് ട്രെയിലർ അല്ലെങ്കിൽ ഫൈനൽ ട്രെയിലറാണ് വന്നിട്ടുള്ളത്. എന്തായാലും ജൂലൈ 26 തീയതിയാണ് പടം റിലീസാകാൻ പോകുന്നത്. മാർവൽ സ്റ്റുഡിയോസിന്റെ പടത്തിൽ വൻ പ്രതീക്ഷയുള്ള പടമാണ് ഇപ്പോൾ. കാരണം മുന്നത്തെ പടങ്ങളൊക്കെ അത്ര വലിയ സുഖമില്ലാത്ത രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇത് നന്നാവും തന്നെ പ്രതീക്ഷിക്കാം. എൻ്റെ ഇതിലത്തെ ഫേവറേറ്റ് ക്യാരക്ടർ എന്തായാലും വോൾവറിനാണ്. നിങ്ങളുടെ ഏതാണെന്നുള്ള തല കമന്റ് ചെയ്യുക. പിന്നെ ഇന്ത്യൻ 2 സീറോ ടോളറൻസ് എന്ന് പറഞ്ഞ പടത്തിന്റെ 12 മിനിറ്റ് കട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒഫീഷ്യലി ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. മുന്നേ 20 മിനിറ്റ് കട്ട് ചെയ്തെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ 20 അല്ല 12 മിനിറ്റ് കട്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. പടം ജൂലൈ 26 തീയതി പുറത്തിറങ്ങുക. എന്തായാലും 5 days to go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നു. പിന്നെ കൊണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ആന്റണി വെപ്പയുടെ പടം സോഫിയ പോൾ എടുക്കുന്ന പടമാണ്. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ എന്നുവെച്ചാൽ ആർഡിഎക്സിന് ശേഷം അവരെടുക്കുന്ന പടം. ആ പടം സെപ്റ്റംബർ 12 തീയതി റിലീസാവുന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. പിന്നെ 35 ചിന്ന കഥക്കാട് എന്ന് പറഞ്ഞ പടത്തിലത്തെ സരസ്വതി എന്ന് പറഞ്ഞ ആളുടെ ഒരു 35 സെക്കൻഡിൽ ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. സരസ്വതി എന്ന് പറയുമ്പോൾ നിവേദ തോമസ് അഭിനയിച്ച കഥാപാത്രമാണ്. പിന്നെ അതേമാതിരി പ്രസാദ് എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രത്തിൻ്റെയും 35 സെക്കൻഡുള്ള ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ വയസ്സ് എത്രയായി 30 എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടം സൈനപ്ലയിലൂടെ റിലീസായിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത പടമായിട്ടാണ് തോന്നിയത്. 10ൽ 7 ആയിട്ട് റേറ്റിംഗ് കൊടുക്കാവുന്നതാണ്. പിന്നെ കടൈസി ഉലക പോർ എന്ന് പറഞ്ഞിട്ടുള്ള ഹിപ്ഹോപ്പ് തമിഴിൻ്റെ അടുത്ത് ഇറങ്ങാൻ പോണ പടം. ആ പടത്തിൻ്റെ ഒരു ഗ്ലിംസ് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ വൈശാഖിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ടർബോ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഫോട്ടോ പുറത്തുവിട്ടിട്ടുണ്ട്. പിന്നെ നുണക്കുഴി എന്ന് പറഞ്ഞിട്ടുള്ള ബേസിൽ ജോസഫ് അഭിനയിക്കുന്ന പടത്തിൻ്റെ ടീസർ പുറത്തിറങ്ങി. ഒരു കോമഡി ട്രാക്കിൽ വരുന്ന പടമാണ്. ഓഗസ്റ്റ് 15 തീയതിയാണ് പടത്തിൻ്റെ റിലീസ് വരുന്നത്. പിന്നെ വിശ്വക്സന്റെ മെക്കാനിക് റോക്കി എന്ന് പറഞ്ഞ പടം ഒക്ടോബർ 31 തീയതി റിലീസാവുന്നുള്ള അറിയിച്ചു. പിന്നെ പടത്തിൽ ശ്രദ്ധ ശ്രീനാഥ് ഓൺബോർഡ് ആയിട്ടുണ്ട് എന്നുള്ളതും അറിയിച്ചു. ഇപ്പോൾ വേറെ പോസ്റ്റർ എന്നുള്ളതാണ് അതിലൂടെയാണ് അറിയിച്ചിട്ടുള്ളത്. പിന്നെ വിടാമുയർച്ചി എന്ന് പറഞ്ഞ പടത്തിലത്തെ അടുത്തൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതിൽ തൃശ്ശനെയും അജിത് കുമാറിനും ഒപ്പമാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഡബിൾ ഇസ്മാർട്ട് എന്ന് പറഞ്ഞ പടത്തിലത്തെ മാർ മുന്ത ചോട് ചിന്ത എന്ന് പറഞ്ഞ പാട്ട് 8 million+ വ്യൂസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 4 ദിവസമായിട്ടും ട്രെൻഡിലൊക്കെയാണ് യൂട്യൂബ് മ്യൂസിക്കിലൊക്കെ. പിന്നെ പടം ഓഗസ്റ്റ് 15 തീയതിയാണ് റിലീസാവുന്നത്. അപ്പോൾ 25 days to go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നു. പിന്നെ ബ്രദർ എന്ന് പറഞ്ഞിട്ടുള്ള ജയരവിയുടെ പടത്തിലത്തെ മക്ക മെഷീൻ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറങ്ങി. പിന്നെ ആടുജീവിതം എന്ന് പറഞ്ഞ പടം പുറത്തിറങ്ങിയിരുന്നു. പേഴ്സണലി കുഴപ്പമില്ലാത്തൊരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. വലിയ ഗംഭീരം എന്ന് പറയാനുള്ളതില്ല. മിക്കവാറും തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കാം. എന്തായാലും ഇൻ്റർ റേറ്റിംഗ് 10ൽ 7 ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ റിഫിൽ ക്ലബ്ബ് എന്ന് പറഞ്ഞ പടം പാക്കപ്പായി എന്നുള്ള അറിയിച്ചു. പിന്നെ സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ ശ്രീനിവാസ അഭിനയിക്കുന്ന പടത്തിൻ്റെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. യൂസ് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളതെന്ന് അറിയിച്ചു. പിന്നെ പഞ്ചായത്ത് ചെട്ടി എന്ന് പറഞ്ഞ പടം മറിമായ ടീം എടുക്കുന്ന പടമാണ്. അതിലത്തെ ഉള്ളം കയ്യിലാരെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറങ്ങി. പിന്നെ ബോട്ടിൽ രാധ എന്ന് പറഞ്ഞ പടത്തിലത്തെ ഫസ്റ്റ് സിംഗിൾ വരാൻ പോവാണ് ജൂലൈ 22 തീയതി എന്നുവെച്ചാൽ നാളെ 5 മണിക്ക്. പിന്നെ അതേമാതിരി ബോട്ട് എന്ന് പറഞ്ഞ പടത്തിലത്തെ വാടാ വാ എന്ന് പറഞ്ഞിട്ടുള്ള യോഗി ബാബുവിൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഒരു പ്രൊമോ സോങ് ഇറക്കുന്നുണ്ട്. അതും നാളെ 5 മണിക്ക് തന്നെയാണ് പുറത്തിറങ്ങുന്നത്. പിന്നെ ഹബീബി ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് പുറത്തിറങ്ങിയിരുന്നു. റിബിൻ റിച്ചാർഡും ഡബ്സിങ് കൂടിയിട്ട് കൊളാബറേഷനിൽ വന്നിട്ടുള്ള പാട്ടാണ്. പിന്നെ ഫിദ എന്ന് പറഞ്ഞിട്ടുള്ള പടം ഇറങ്ങിയിട്ട് ഇപ്പോൾ 7 വർഷമായിരിക്കായിരുന്നു. ഒരു നല്ല പടം തന്നെയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട പടമാണ്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. മലയാളത്തിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ രഘുത്താത്ത എന്ന് പറഞ്ഞിട്ട് ഹോംബാല ഫിലിംസ് എടുക്കുന്ന കീർത്തി സുരേഷിൻ്റെ പടത്തിൻ്റെ ഓഡിയോ ലോഞ്ച് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആൾ വന്നതിൻ്റെ ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ക്രീനിൽ കാണിക്കേണ്ട എന്തായാലും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ മ്യൂസിക് റൈറ്റ്സ് എടുത്തിട്ടുള്ള സരിഗമയാണ്. എന്തായാലും അതിൻ്റെ ഫസ്റ്റ് സിംഗിൾ ആരോഗ്യ വാ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഇന്നാണ് പുറത്തിറങ്ങുന്നത്. എത്ര മണിക്കാണെന്ന് അറിയില്ല, ചിലപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവും ഈ വീഡിയോ ഇടുമ്പോൾ. പിന്നെ അഡിയോ സമീകം എന്ന് പറഞ്ഞതിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നു. പടം എന്തായാലും ഓഗസ്റ്റ് 15 ഓഗസ്റ്റ് 2 ആക്കിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ പറഞ്ഞതായിരുന്നു. അതിനാണ് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഓഗസ്റ്റ് 2 പടം റിലീസാവുന്നത്. പിന്നെ നൻപൻ ഒരുവൻ വന്ത് പിറക് എന്ന് പറഞ്ഞിട്ടുള്ള പടം, ആ പാട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതല്ല പാട്ടല്ല, പക്ഷെ പടമാണ്. ആ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു ട്രെയിലറായിട്ടാണ് തോന്നിയത്. അതേമാതിരി വാസ്കോഡഗാമ എന്ന് പറഞ്ഞ പടത്തിന് ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് വലിയൊരു ഇതായിട്ട് തോന്നിയില്ല. പിന്നെ ബാഡ് ന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടം പുറത്തിറങ്ങിയിരുന്നു. അത് 2 ദിവസം കൊണ്ട് 19.17 കോടിയാണ് വേൾഡ് വൈഡ് നേടിയിട്ടുള്ളത്. ഫസ്റ്റ് ഡേയിൽ 8.62 കോടിയായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ഡേയിലായപ്പോൾ 10.55 കോടിയാണ് നേടിയിട്ടുള്ളത്. പിന്നെ വിടുതലി പാർട്ട് 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് വരും എന്ന് പറഞ്ഞായിരുന്നു. അതിൽ വന്നിട്ടുണ്ട് 2 പോസ്റ്ററാണ് വന്നിട്ടുള്ളത്. വിജയ് സേതുപതിയുടെ പോസ്റ്ററാണ് കാണിച്ചിട്ടുള്ളത്. ഇതാണ്, രണ്ടാമത്തെ മഞ്ജു വാര്യറും കൂടിയിട്ടുള്ള ഒരു പോസ്റ്ററാണ്. എന്തായാലും പടത്തിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഉണ്ട്. കാരണം ഈ പോസ്റ്ററിൽ ഇൻ ദ ഫൈനൽ സ്റ്റേജ് ഓഫ് ഫിലിമിംഗ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. പിന്നെ പടത്തിൻ്റെ കർണാടക റിലീസ് എടുത്തിട്ടുള്ള മീഡിയ കൺസൾട്ടൻസി എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. പിന്നെ മഴ പിടിക്കാത്ത മനിത എന്ന് പറഞ്ഞ വിജയ് ആൻ്റണിയുടെ പടത്തിലത്തെ ഇവൻ യാരോ എന്ന് പറഞ്ഞിട്ടുള്ള സിംഗിൾ പുറത്തിറങ്ങി, എന്നുവെച്ചാൽ പാട്ട് പുറത്തിറങ്ങി. പിന്നെ മെയ്യഴകൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം സെപ്റ്റംബർ 27 പുറത്തിറങ്ങുമെന്നുള്ളത് അറിയിച്ചു. കാർത്തിയും അരവിന്ദ് സ്വാമിയൊക്കെയാണ് മെയിനായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ പടത്തിൻ്റെ കേരളത്തിലത്തെ അതേമാതിരി കർണാടകയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ
മീഡിയ കൺസൾട്ടൻസി തന്നെയാണ് എടുത്തിട്ടുള്ളതെന്ന് അറിയിച്ചു. പിന്നെ കൽക്കി 2898 AD എന്ന് പറഞ്ഞ പടത്തിലത്തെ രാജേന്ദ്ര പ്രസാദിന്റെ പേര് റൂമി എന്നുള്ളതാണെന്ന് അറിയിച്ചു. പോസ്റ്ററും വന്നിട്ടുണ്ട്. അതേമാതിരി മാൾവിക നായരുടെ പേര് ഉത്തര എന്നുള്ളതെന്ന് അറിയിച്ചു. അതിൻ്റെയും പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഈ പടം കേരളത്തിൽ നിന്ന് 30 കോടി നേടിയിരിക്കുകയാണ്. മലയാളത്തിൽ നിന്ന് അല്ലാത്തൊരു ആക്ടർ 30 കോടി 2 പ്രാവശ്യം നേടുന്ന ഒരേ ഒരു ആക്ടർ ഇപ്പോൾ പ്രഭാസായി മാറിയിട്ടുണ്ട്. ഒന്ന് ബാഹുബലി 2 നേടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൽക്കി 2898 AD എന്ന് പറഞ്ഞ പടത്തിലൂടെ 30 കോടി കടന്നിട്ടുണ്ട്. പിന്നെ റൂസോ ബ്രദേഴ്സ് തിരിച്ചു വരാൻ പോവാണ് മാർവലിക്ക്. 2 അവഞ്ചേഴ്സ് ഫിലിം വരാൻ പോകുന്നുണ്ട്. ഒന്ന് എന്താണ് കാങ് ഡൈനസ്റ്റി, ഒന്ന് സീക്രട്ട് വാർസ്. ഇത് രണ്ടും ഡയറക്റ്റ് ചെയ്യാനായിട്ടാണ് വരുന്നത് എന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഇൻഫിനിറ്റി വാറും എൻഡ് ഗെയിം ആയിരുന്നു അവഞ്ചേഴ്സ് ഫ്രാഞ്ചൈസിലെ ഏറ്റവും ബെസ്റ്റ്. അതേമാതിരി ഒരു ഗംഭീര സാധനം തന്നെ വരട്ടെ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ പവി കെയർ ടേക്കർ എന്ന് പറഞ്ഞ പടം മനോരമ മാക്സിലൂടെ ജൂലൈ 26 പുറത്തിറങ്ങുന്നത് അറിയിച്ചു. പിന്നെ ഷാരൂഖ് ഖാൻ ഡോൺ കഥാപാത്ര എത്താൻ പോണ പടമാണ് കിങ് എന്ന് പറഞ്ഞിട്ടുള്ള പടം. ആ പടത്തിൽ അനിരുദ്ധ് മ്യൂസിക് എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. പിന്നെ അമരൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം ശിവകാർത്തികേയൻ അഭിനയിക്കുന്ന പടമാണ്. അത് ദിവാലിക്ക് ഒക്ടോബർ 31 റിലീസാവുന്നുള്ള അറിയിച്ചു. പിന്നെ സ്ത്രീ എന്ന് പറഞ്ഞ പടത്തിന്റെ 2ാം ഭാഗം സ്ത്രീ 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം അത് ഓഗസ്റ്റ് 15 റിലീസാവെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ട്രെയിലർ വരുമെന്നും പറഞ്ഞിരുന്നു. ട്രെയിലർ എന്തായാലും വന്നിട്ടുണ്ട്. നല്ലൊരു ട്രെയിലറായിട്ടാണ് തോന്നിയത്. കാണാത്തവരെ കണ്ടു നോക്കുക. പിന്നെ ഷിയാൻ വിക്രമിന്റെ വീരധീര സൂര്യൻ എന്ന് പറഞ്ഞ പടത്തിലത്തെ ഒരു പോസ്റ്റർ വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, എസ് എ സൂര്യയുടെ ബർത്ത്ഡേ ആയിട്ട് എസ് എ സൂര്യയുടെ പോസ്റ്റർ ഇറക്കിയിട്ടുള്ളതാണ്. ആളുടെ ഇതിലത്തെ പേര് എ അരുണാഗിരി എന്നാണ്. പിന്നെ ശരിപ്പോതെ ശനിവാരം എന്ന് പറഞ്ഞിട്ടുള്ള നാനിയുടെ പടത്തിൽ നിന്നും ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. നോട്ട് എ ടീസർ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. അതിലും എസ് എ സൂര്യനെ പരിചയപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതിലത്തെ ആളുടെ പേര് ദേവാനന്ദ് അങ്ങനെ എന്താണെന്ന് തോന്നുന്നുണ്ട്. ഇതിലൊരാൾ ഒരു പോലീസ് ക്യാരക്ടറാണ്. ആളുടെ ബാഡ്ജിമ ഉണ്ടായിരുന്നത് നോക്കിയിട്ട് ഏകദേശം അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ റായ് എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് പോസ്റ്റർ വെക്കിയിട്ടുണ്ട്. അത് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്ററാണ്. പിന്നെ റായ് എന്ന് പറഞ്ഞ പടത്തിലത്തെ ജൂക്ക് ബോക്സ് പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ അതിൽ ഓവർ റായ എന്ന് പറഞ്ഞിട്ട് പാട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പോൾ ലിറിക്കൽ വീഡിയോ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെയാണ് 7 days to go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ ആക്കിയിട്ട് ഇറക്കിയുള്ളത്. പിന്നെ 6 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. അതേമാതിരി 5 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. ഈ ഡേയ്സ് ടു ഗോ പോസ്റ്റേഴ്സിൽ ഇത് കുറച്ചുകൂടി രസമായി തോന്നി. പിന്നെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ചൈനീസ് അല്ലെങ്കിൽ ജപ്പാനീസ് ടച്ച് മാതിരി തോന്നുന്നുണ്ട് ഈ പോസ്റ്ററിന്. എനിക്ക് മാത്രമാണ് തോന്നിയത്. അത് നിങ്ങൾക്ക് തോന്നിയെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ പടത്തിൻ്റെ ഓഡിയോ ലോഞ്ചിൻ്റെ വീഡിയോ ഇന്ന് 3 മണിക്ക് പുറത്തു വിട്ടിട്ടുണ്ട്. പിന്നെ ഡീക്കിൻ്റെ അടുത്ത മലയാള പടം നാസിദായത്ത് തന്നെ എടുക്കുക എന്നുള്ളതാണ് കേൾക്കുന്നത്. നാസിദായത്ത് ഇപ്പോൾ ഒരു സ്റ്റോറി റൈറ്റിങ്ങിലാണ്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ള ആൾ കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരെ നായകനൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ദുൽഖറായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. അത് പിന്നെ തങ്കല എന്ന് പറഞ്ഞ പടത്തിലത്തെ ഫസ്റ്റ് സിംഗിൾ വരും എന്ന് പറഞ്ഞായിരുന്നു. മിനുക്കി എന്നാണ് തമിഴിലത്തെ പേര്. അതേമാതിരി മിടുക്കി എന്നാണ് മലയാളത്തിലത്തെ പേര്. എന്തായാലും പാട്ടിൻ്റെ പ്രൊമോ ഇറങ്ങിയായിരുന്നു. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല പാട്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതെന്തായാലും തെറ്റിയില്ല, നല്ല പാട്ട് തന്നെയാണ്. കേൾക്കാത്ത തന്നെ കേട്ട് നോക്കുക. ഒരു നല്ല ഫീലുള്ള പാട്ടായിട്ടാണ് തോന്നിയത്. ഞങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ പടം പറഞ്ഞ പോലെ ഓഗസ്റ്റ് 15 റിലീസാവുന്നത്. അത് അവർ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടൊരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ തലവൻ എന്ന് പറഞ്ഞ പടത്തിന് 2ാം ഭാഗം ഉണ്ടാവും എന്നുള്ള പറഞ്ഞിരുന്നു. അതിപ്പോൾ എന്തായാലും അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഒഫീഷ്യലി. തലവൻ 2 ഓൺ ബോർഡ് ആയിട്ടുണ്ട്. ഓൺ ബോർഡ് മീൻസ് വരും എന്നുള്ള ലിസ്റ്റ് കയറിയിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടി കമ്പനി 6 മമ്മൂട്ടി കമ്പനിയുടെ 6ാമത്തെ പടം ടർബോ കേശം വരാൻ പോണ പടമാണ്. ഇത് ഗൗതം വാസുദേവനാണ് പടം എടുക്കുന്നത്. ഇതിൽ മമ്മൂട്ടി പോലീസായിട്ടാണ് എത്തുന്നത് എന്നെല്ലാം കേൾക്കുന്നത്. എന്തായാലും ഇതിലത്തെ ലുക്ക് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ സൂര്യയുടെ അടുത്ത് ഇറങ്ങാൻ പോണ പടമാണ് കങ്കുവ എന്ന് പറഞ്ഞിട്ടുള്ള പടം. നല്ല ഹൈപ്പുള്ള പടമാണ്. ശിവയാണ് പടം എടുക്കുന്നത്. അപ്പോൾ അതിലത്തെ ഫസ്റ്റ് സിംഗിൾ 23 എന്ന് വെച്ചാൽ സൂര്യയുടെ ബർത്ത്ഡേക്ക് 2 ദിവസം കഴിഞ്ഞാൽ പുറത്തിറങ്ങുന്നതാണ്. അപ്പോൾ ഫയർ സോങ് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. ദേവിശ്രീ പ്രസാദാണ് മ്യൂസിക് ചെയ്യുന്നത്. എന്തായാലും പാട്ട് 23 പുറത്തിറങ്ങും. അതിൻ്റെ പോസ്റ്റർ കണ്ടിട്ട് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ സൂര്യ 44 എന്ന് പറഞ്ഞ പടമാണ് ഇപ്പോൾ സൂര്യയുടെ അടുത്തുകൊണ്ടിരിക്കുന്ന പടം. കാർത്തിക് സുബരാജ് എടുക്കുന്ന പടം. അതിന് ശേഷം വാടിവാസലായിരിക്കും ആളുടെ പടം എന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ അപ്പോഴത്തേനും എന്തായാലും വീട് തല്ലി പാർട്ട് 2 ഷൂട്ടിംഗ് എല്ലാം കംപ്ലീറ്റ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കാനുള്ള ചാൻസസും കൂടുതലാണ്. വെട്ടിമാരൻ കുറേ മുന്നേ അനൗൺസ് ചെയ്തിട്ട പടമാണ്. പക്ഷെ അത് ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. എപ്പോഴും ഓണായി കിടക്കുന്ന പടമാണ്. അപ്പോൾ ആള് കുറേ പ്രൊജക്ട്സിൻ്റെ വർക്കിലായ കാരണം ആണ് നീണ്ടുപോയത്. ഇപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ SK23 ശിവകാർത്തികേയൻ്റെ 23ാമത്തെ പടം. SK AR മുരുകദാസ് എടുക്കുന്ന പടമാണ്. അതിൽ മെയിൻ വില്ലനായിട്ട് ബിജുമേനോ എത്തുന്നുള്ളതാണ് കേൾക്കുന്നത്. അത് റൂമറായിട്ട് വരുന്നതാണ്. എന്തായാലും മുരുകദാസ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിക്കന്ദർ എന്ന് പറഞ്ഞ പടത്തിലാണ്. അത് കഴിഞ്ഞാൽ ഇതെന്തായാലും തുടങ്ങും. അപ്പോൾ എന്തായാലും അറിയാൻ ബിജുമേനോ ഉണ്ടല്ല എന്നുള്ളതൊക്കെ. പിന്നെ ദിലീപിൻ്റെ ബബ്ബ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ഒരു അപ്ഡേറ്റ് വരും എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും വന്നിട്ടുണ്ട്. ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ്, വേറെ ഒന്നുമില്ല. അന്ന് തന്നെ ഓൾറെഡി പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരുന്നുണ്ടെന്നുള്ളത്. ഒരു മോശം പോസ്റ്റർ കൊടുക്കാനാണ് ഇറക്കിയിട്ടുള്ളത്. എന്തായാലും ബബ്ബ എന്ന് തന്നെയാണ് ടൈറ്റിൽ. അതിൻ്റെ ഫുൾ ഫോമായി പറയുന്നത് ഭയം ഭക്തി ബഹുമാനം എന്നാണ്. എന്തായാലും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ രസമായിട്ട് തോന്നി. വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും വേറെ മെയിൻ കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നുണ്ട്. ശ്രീഗോകുലം മൂവീസാണ് പടം എടുക്കുന്നത്. പിന്നെ തലവതി വിജയുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ പടത്തിന് ശേഷം വരുന്ന പടമാണ് തലവതി 69 എന്ന് പറഞ്ഞ പടം. ആ പടത്തിൽ മോഹൻലാൽ ഉണ്ടാവും എന്നുള്ള റൂമർ കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ എനിക്ക് തോന്നുന്നത് വരില്ല എന്നുള്ളതാണ്. വന്നു കഴിഞ്ഞാൽ നന്നാവും. നല്ല റോളാണെങ്കിൽ ജില്ലയ്ക്ക് ശേഷം അപ്പോൾ ഒന്നിക്കുന്ന പടമായിട്ട് മാറും ഇത്.
പിന്നെ തലപതിയുടെ ലാസ്റ്റ് ഇവിടെ തലപതി 69 എന്നാണ് പറഞ്ഞിരുന്നു. പക്ഷേ തലപതി 70യുടെ സ്ക്രിപ്റ്റൊക്കെ ഇപ്പോൾ വിജയ് കേൾക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. 5 ആൾക്കാരുടെ അടുത്ത് കേട്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് സത്യാവസ്ഥ എന്ന് അറിയില്ല. എന്തായാലും വരികയാണെങ്കിൽ വരട്ടെ. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോടെ ബെല്ലൈക്കൺ കൊണ്ട് അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ.